ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? കുറച്ചായല്ലേ നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട്. വീഡിയോസ് ഇടാതിരിക്കാൻ കാരണം കുറച്ചധികം ദിവസങ്ങളായിട്ട് ഹോസ്പിറ്റലിൽ വരാം അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോഴും ഉണ്ടാവാറുണ്ട്. അതിന് വലിയൊരു മാറ്റം വന്നതെന്ന് വെച്ചാൽ വലിയൊരു മാറ്റമൊന്നും വന്നിട്ടില്ല. അപ്പം ഹോസ്പിറ്റലിൽ പോകുന്നതിന് 2 ദിവസം മുമ്പേ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ചെറിയൊരു ക്ലിപ്പാണിത്. മക്കളെല്ലാവരും കൂടി ഇവിടുന്ന് തോട്ടിലേക്ക് പോയിട്ടുണ്ട്. എപ്പോഴും തോട്ടിൽ വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ എല്ലാം പറയും, അപ്പം നമുക്ക് തോട്ടിൽ പോകാം. അങ്ങനെ മക്കളെയും കൂട്ടിയിട്ട് പോയതാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞാണ് പിന്നെ ചെറിയ ആൾക്ക് പനി വന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വന്നു. പിന്നെ വന്നത് മൂത്താക്കായിരുന്നു. മൂത്താക്ക് വന്നതായിരുന്നു ശരിക്കും പറഞ്ഞാൽ എന്താ പറയേണ്ടത്, ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടി പോയി. രാവിലെയും വൈകുന്നേരം ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടി പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഈ ഞാൻ പനിച്ച് കഴിഞ്ഞ ശേഷം എടുത്തൊരു വീഡിയോ ക്ലിപ്പാണ് കേട്ടോ ഇത് നമ്മുടെ അയൽവാസിയിലെ മോനി അഡ്മിഷന് വേണ്ടി നമ്മൾ മാത്തിൽ സ്കൂളിൽ പോയതാണ്, ഗുരുദേവ് കോളേജിൽ. അപ്പം ആടെ പോയ സമയത്ത് നമ്മൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. പക്ഷെ നമ്മളെ നെയ്ബർ എന്ന് പറഞ്ഞാൽ അത്രയും നമ്മളെ മനസ്സിലാക്കി അത്രയും സ്നേഹത്തോടെ ഉള്ള നെയ്ബേഴ്സാണ് കേട്ടോ. എനിക്ക് ഇവിടെയുള്ള നെയ്ബേഴ്സൊക്കെ എന്താ പറയേണ്ടത്, അവർ എന്ത് കാര്യത്തിന് ഏത് സമയത്തും ഒന്ന് വിളിച്ചാൽ ഓടിയെത്തുന്ന നല്ല നെയ്ബേഴ്സാണ്. അപ്പോൾ നമ്മളതൊക്കെ അന്വേഷിച്ച് അവിടെ അഡ്മിഷനൊക്കെ സെറ്റാക്കി പിന്നീട് ചേർക്കാൻ പോയതാണ് കേട്ടോ. പിന്നെ മോന് രാത്രിയായിരുന്നു നല്ല പനി, പകൽ വലിയ പ്രശ്നമുണ്ടായില്ല. അപ്പോൾ 1-2 പ്രാവശ്യം മരുന്നൊക്കെ കൊടുത്തു, കുറവില്ല. അത് കഴിഞ്ഞ ശേഷമാണ് പിന്നെ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് വന്നത് കേട്ടോ. ഇത് രാവിലെ 6 മണിക്ക് നമ്മൾ വണ്ടിയാക്കിയിട്ട് പോയതാണ്. അവിടെ പോയ സമയത്ത് ബ്ലഡ് ചെക്ക് ചെയ്യണം, പിന്നെ കൗണ്ട് നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതെല്ലാം നോക്കി ട്രിപ്പ് ഇട്ട് കിടത്തി. ഞാനും 2 മക്കളും വെച്ചിട്ടാണ് പോയത്. നിയാസൊക്കെ നൈറ്റ് ആയതുകൊണ്ട് വൈകിയാണ് എത്തിയത്. അപ്പം മൂത്താളാണ് ട്രിപ്പ് ഇട്ട് കിടക്കുന്നുണ്ട്, രണ്ടാമത്തെ ആൾ അതിന് കണക്കായിട്ടില്ല. എല്ലാ കുറുമ്പും അവിടെ നിന്ന് കാണിക്കുന്നുണ്ട്. കുപ്പിയിൽ നിന്ന് വെള്ളം എടുക്കുക, മറിക്കുക, കുടിക്കുക, ഇത് തന്നെയായിരുന്നു പരിപാടി. ഞാൻ വഴക്ക് പറഞ്ഞതിന് എന്നോട് കാണിക്കുന്ന ഇതാണ് കേട്ടോ, എന്നോട് മിണ്ടണ്ട, ഞാൻ വരൂല എന്നെല്ലാം പറഞ്ഞിട്ടുള്ള കുറുമ്പാണിത്. ഓനിന്ന് ചെറുപടി അടങ്ങിയിരിക്കില്ല, എല്ലാം ഒന്ന് പറയുന്നുണ്ട്, എല്ലായിടത്ത് കയറണം, നടക്കണം, അങ്ങനത്തെ ഒരിതാണ്. അപ്പോഴത്തേക്ക് നിയാസ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 9:45 10 മണിക്കുള്ളിൽ തന്നെ ആൾ എത്തിയിട്ടുണ്ട്. നിയാസും അവിടെ നിന്ന് ഫുഡൊന്നും കഴിക്കാണ്ട് വന്നതാണ്. അപ്പോൾ മോന് വേണ്ടി രാവിലെ ഇഡ്ഡലിയും പഴംപൊരിയെല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും ആൾ കഴിച്ചിട്ടില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ദിവസങ്ങളെന്നെല്ലാം പറഞ്ഞാൽ നമുക്ക് വലിയവർക്ക് എന്തെങ്കിലും വന്നാൽ നമുക്ക് ഓവർകം എങ്ങനെയെങ്കിലും നമ്മളത് ചെയ്യും, എങ്ങനെയെങ്കിലും നമ്മൾ എണീറ്റ് നടക്കും. പക്ഷെ മക്കൾക്ക് എന്തെങ്കിലും ആകുമ്പം അതൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണല്ലേ, ഒരു വല്ലാത്തൊരു വിഷമമുള്ളൊരു ഇതാണ്. എന്താ പറയുന്നത്, അവർ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ആക്കാനും തോന്നുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് കഴിക്കാനും തോന്നുന്നില്ല. അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനിൽ കൂടി തന്നെയായിരുന്നു കടന്നു പോയത്. അൽഹംദുലില്ലാ ഇപ്പം ഓക്കെ ആയി, സ്കൂളൊക്കെ പോകാൻ തുടങ്ങി, മദ്രസയിലൊക്കെ പോകാൻ തുടങ്ങി. പിന്നെ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും മദ്രസയിലെ ഉസ്താദിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഒക്കെ നല്ല സപ്പോർട്ടായിരുന്നു. കാരണം എക്സാമൊക്കെ അടുത്ത് വരികയാണ്, ഒരുപാട് നോട്ട്സ് ഉണ്ടാകും, പഠിക്കാനുണ്ടാകും. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ അത്രയും നല്ല രീതിയിൽ ടെൻഷൻ വേണ്ട, എല്ലാം കുറഞ്ഞിട്ട് അയച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് അത്രയും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തവരാണ് കേട്ടോ അവരൊക്കെ. അപ്പം യാസ അവിടെ വന്നതിന് ശേഷം പിന്നെ ചെറിയ ആളെയും കൊണ്ട് ഞാൻ മുടി മുറിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ. ഇത് ഈ ബാർബർ ഷോപ്പ് നമ്മൾ ഹോസ്പിറ്റലിന് മുറ്റത്ത് തന്നെ ഉള്ളൊരു ബാർബർ ഷോപ്പാണ്. എൻ്റെ മോനധികം ബാർബർ ഷോപ്പിൽ പോയാലൊന്നും ഇരിക്കില്ല, പക്ഷേ ഇവിടെ പോയ സമയത്ത് നല്ല വൃത്തിക്ക് ഇരുന്നിട്ടുണ്ടായി കേട്ടോ. അയാൾ നല്ലോണം സോപ്പ് ഇട്ടിട്ടുണ്ടായി. അയാൾക്ക് കുട്ടികളെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല കഴിവുണ്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തി. പിന്നെ ഇവിടെ പറയണ്ട, എല്ലാവരും 3 ആളും കൂടി പിന്നെ എന്താ പറയുക, ബില്ലുവിന് കൈക്ക് സൂചി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും കുറച്ചൊന്ന് തല പൊന്തിക്കുമ്പം ഓനും അവൻ്റെ സ്വഭാവം കാണിക്കാൻ തുടങ്ങി. ചെറിയ ആൾ പിന്നെ അതിനേക്കാളും നല്ല സ്വഭാവം കാണിക്കാൻ തുടങ്ങി. പിന്നെ 3 ദിവസം നമ്മൾ അടുപ്പിച്ചിട്ട് രാവിലെയും വൈകിട്ടും ഇഞ്ചക്ഷൻ വെക്കാനുണ്ടായിരുന്നു. അപ്പം ഒരു ദിവസം രാവിലെ നമ്മൾ ഒരു 8 മണിയാകുമ്പോൾ പോകും, പിന്നെ വൈകിട്ട് ആ ഒരു അതേ സമയത്ത് പോകണം. അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ. പിന്നെ ഇത് നമ്മൾ ട്രിപ്പൊക്കെ ഇട്ട് പിന്നെ
പുറക്കേക്ക് വരുന്നതാണ് കേട്ടോ. പിന്നെ തലേന്ന് നമ്മൾ ഇതേപോലെ ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടിയിട്ട് പോയി. മോന് നല്ല ടെൻഷനായിരുന്നു, കാരണം വേദന എടുക്കുന്നു. നിയാസ് ഉള്ളത് കൊണ്ട് തന്നെ മക്കൾക്ക് അത്രയും ഒരു എന്താ പറയുക, എന്നെക്കാളും ഒരു ധൈര്യം. ഞാനും സത്യം പറഞ്ഞാൽ എനിക്ക് ഇഞ്ചക്ഷനും ഇതൊക്കെ കുറച്ച് പേടിയുള്ള കാര്യമാണ്. ഹോസ്പിറ്റലിൽ കാണുമ്പോഴേ എനിക്ക് ടെൻഷനാണ്. കാരണം എന്താ പറയുക, ആ ഒരു ഇത് നമുക്ക് എന്ത് പറഞ്ഞാലും ബാക്കിയുള്ള എന്തും നമുക്ക് ഇഷ്ടപ്പെടും, പക്ഷേ ആ ഒരു ഹോസ്പിറ്റലിൻ്റെ അറ്റ്മോസ്ഫിയർ എന്ത് പറഞ്ഞാലും നമുക്ക് ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ യോനിങ്ങനെ പറയുന്നുണ്ട്, അവർ മരുന്ന് കുത്തുന്ന സമയത്ത് തടവണം. ഞാൻ തടവുന്ന സമയത്തല്ല എന്നെ ചീത്ത വിളിച്ച് കൊടുക്കുന്നുണ്ട്. ഉമ്മ തടവും വേദന എടുക്കുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട്. അങ്ങനെ എന്താ പറയുക, മക്കൾക്ക് എന്തിനും എന്താ പറയുക, എന്നെക്കാളും ഞാനുള്ളതിനേക്കാളും ധൈര്യം കൂടുതൽ നിയാസുള്ളതാണ്. കാരണം എന്ത് കാര്യത്തിനും മക്കൾ എന്താണ് പറയുന്നത് അത് അച്ചട്ട് പോലെ അനുസരിക്കുന്ന ഒരു ആളാണ്. പക്ഷെ തെറ്റ് കണ്ടാൽ ശാസിക്കും. അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എന്നേക്കാൾ ഒരു പടി മുമ്പിൽ എല്ലാത്തിനും ഉള്ളത് നിയാസ് തന്നെയുണ്ട്. കാരണം ഞാൻ എന്തെങ്കിലും കുരുത്തക്കേട് കളിക്കും, നല്ല പേടിപ്പിക്കും, നല്ല അടിയെല്ലാം കൊടുക്കും. അതുകൊണ്ട് ഞാനിനി എത്ര നോക്കിയാലും ഞാൻ എപ്പോഴും പറയും, ഞാൻ എന്ത് നോക്കിയാലും മക്കൾക്ക് ആ ഒരു ഇല്ല, നിങ്ങൾ വരുമ്പോഴത്തേക്ക് എന്തെല്ലാം കളിച്ചുകൂടെന്ന് പറയും. ശരിയാണ്, ഇവർ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ദുബൈയിൽ നിന്ന് വരുന്ന പോലെയാണ് മക്കൾക്ക്. കാത്തു നിൽക്കുക, വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കുക, അതൊക്കെ അതൊരു ഇതാണ്. ശരിക്കും പറഞ്ഞാൽ അത് ഞാൻ എത്രത്തോളം പറഞ്ഞാലൊന്നും ഇതിൽ പിന്നെ എന്താ പറയണ്ടത്, നമുക്കത് പറഞ്ഞ് ഫലിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. ഇപ്പം എല്ലായിടത്തും ഈ പനിയും ഇതൊക്കെ ഉണ്ട്. എല്ലാവരും നന്നായിട്ട് കെയർ ചെയ്യുക. പിന്നെ ഒരു ചെറിയൊരു പനി വരുമ്പം തന്നെ സ്വയം ഡോക്ടറാകാതിരിക്കുക. കാരണം പനി വന്നാലേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയും. വന്നു കഴിഞ്ഞാലും പനി പെട്ടെന്ന് ടെമ്പറേച്ചർ കുറയും, പക്ഷേ പിന്നീട് അതിന് ശേഷം നമുക്ക് മേലും കൈയും വേദന ഒക്കെ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് നല്ല ഫുഡ് കഴിക്കുക, ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ച് തിളപ്പിച്ചാറ്റിയ വെള്ളമൊക്കെ കുടിച്ച് നന്നായിട്ട് ഹെൽത്ത് നോക്കുക. ഇപ്പോഴത്തെ ഈ ഒരു സീസണിലെ പനി എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള പനിയും ഒക്കെ പടരുന്ന ഒരു സീസണാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നല്ലോണം കെയർ ചെയ്യുക കേട്ടോ. പിന്നെ രണ്ടാമത്തെ ദിവസം നമ്മൾ ഇഞ്ചക്ഷൻ വരുന്ന സമയത്ത് മുഅല്ലിം ഡേ ആയിരുന്നു. അപ്പോൾ ഉസ്താദിന് എന്തെങ്കിലും ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കണം എന്നൊക്കെ ആഗ്രഹം മോന് നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനൊക്കെ നല്ല സപ്പോർട്ടാണ് കേട്ടോ. പറ്റും പോലെ നമുക്ക് വലിയ ഗിഫ്റ്റൊന്നും കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് പറ്റും പോലെ നേരണ്ട് കൊടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇഞ്ചക്ഷൻ വെച്ചിട്ട് വരുന്ന സമയത്ത് അവിടെ ഉസ്താദിനെ കണ്ടിട്ട് ഉസ്താദിന് ചെറിയൊരു ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിച്ച അധ്യാപകർക്ക് ഉസ്താദുമാർക്ക് ഒരു മിഠായി ആണെങ്കിലും കുറവില്ല. അത് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. അവരെ മനസ്സറിഞ്ഞ ആ ഒരു ചിരിയും എന്താ പറയണ്ട ആ ഒരു എന്താ പറയുക, നമ്മൾ ഒരു വല്ലാത്ത ഫീലാണ്. കാരണം അത് അനുഭവിക്കുമ്പോൾ അതിൻ്റെ സുഖം എന്താണെന്ന് മനസ്സിലാവും. ഞാനൊരു ഫീൽഡിൽ ഉണ്ടായത് കൊണ്ട് തന്നെ എനിക്കത് ശരിക്കും നമുക്ക് ആ ഒരു ഫീലിങ്സ് ശരിക്കും അറിയാൻ വേണ്ടിയിട്ട് പറ്റും. കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ എന്താ പറയുക, ഒരു റോസാപ്പൂ ആണെങ്കിൽ കൊണ്ടുത്തരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമുക്ക്. അപ്പോൾ അതുപോലൊരു സന്തോഷമാണ് പിന്നെ ഏതൊരാൾക്കും പഠിപ്പിച്ചവർക്കൊക്കെ കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷം എന്ന് പറയുന്നത്. പിന്നെ അങ്ങനെ ഏറ്റവും ലാസ്റ്റ് ദിവസം ഇഞ്ചക്ഷൻ്റെ അവസാന ദിവസം നമ്മൾ പോയ സമയത്താണ് ചെറിയ മോൻ എങ്ങനെ എണീക്കുന്നുണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ അതായിരുന്നു ആ വീഡിയോ ക്ലിപ്പ്. പിന്നെ ഇഞ്ചക്ഷനൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ മോന് കുറേ ദിവസമായി പറഞ്ഞു കൊടുക്കുന്നത് ബോൾ വാങ്ങിച്ചു തരണം. അങ്ങനെ ഒരു ബോൾ വാങ്ങിക്കാൻ വേണ്ടി അടുത്ത് തന്നെയുള്ള ഷോപ്പിൽ കയറിയാന്ന് കേട്ടോ. ബോളിൻ്റെ എല്ലാം വില കേട്ട സമയത്ത് സത്യം പറഞ്ഞു ഞാൻ കുറേ വഴക്ക് പറഞ്ഞു. അപ്പോഴും പറഞ്ഞത് നമ്മല്ലാണ്ട് നമ്മളെ മക്കൾക്ക് പിന്നാരാ വാങ്ങിച്ചു കൊടുക്കുക, നമ്മൾ തന്നെയല്ലേ നോക്കേണ്ടത്, നമ്മൾ ചെയ്ത് കൊടുക്കും പോലെ ഇനി വേറെ ആര് ചെയ്ത് കൊടുക്കും പോലെ ആവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബോൾ കിട്ടിയ ആ ഒരു സന്തോഷം കുറച്ച് ദിവസത്തേക്ക് എന്തായാലും കാണും. മൂന്നാളും കൂടി നല്ല കളിയായിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത്രയൊക്കെ ഉള്ളൂ. ചെറിയ വീഡിയോ ആണ്. ഇഷ്ടപ്പെടുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും ദുആയിലേക്ക് പ്രത്യേകം ഉൾപ്പെടുത്തണം. ഓക്കെ, ഇൻഷാ അല്ലാഹ് അടിപൊളി വീഡിയോസ് ആയിട്ട് അടുത്ത ദിവസമൊക്കെ കാണാം. അതുവരെ ടാറ്റാ ബൈ.